രുചിക്കൂട്ട്. പലതരത്തിലുള്ള ചീര അല്ലെങ്കിൽ പലതരം സസ്യങ്ങളുടെ ഇലകൾ നമ്മൾ കറിക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ചീരകൾ തന്നെ പലതരത്തിലുണ്ട്. പച്ചച്ചീര, ചുവന്ന ചീര, അതുപോലെ തന്നെ സാമ്പാർ ചീര, വള്ളിച്ചീര. ഇതിൻ്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത വകഭേദങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഓരോ പ്രദേശത്തും അതാത് സ്ഥലങ്ങളിൽ കിട്ടുന്ന പലതരം ഇലകൾ നമ്മളുടെ ആഹാരത്തിൽ പണ്ട് ഉപയോഗിച്ച് വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു ആഹാരശീലം കൊണ്ട് പലപ്പോഴും നമുക്ക് ഇന്ന് നമ്മൾ കഴിക്കുന്ന തരത്തിലുള്ള വൈറ്റമിൻ ഗുളികകളൊന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഇവയിലൊക്കെ ധാരാളമായിട്ട് മഗ്നീഷ്യവും കോപ്പറും അതുപോലെ തന്നെ മാംഗനീസ്, അങ്ങനെ വളരെ കുറച്ച് അളവിൽ ശരീരത്തിൽ വേണ്ട മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. വളരെ ചെറിയ തോതിലാണ് ഇവയുടെ അഭാവമെങ്കിൽ പോലും നമുക്ക് ശരീരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ചെറുതെങ്കിലും തള്ളിക്കളയാനാവാത്ത മൂലകങ്ങളാണ് ഇവയൊക്കെ. സിങ്കും മാംഗനീസും മഗ്നീഷ്യവും ഒക്കെ നമ്മളിപ്പം ധാരാളമായിട്ട് പല അസുഖങ്ങളിലും ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതിൻ്റെ ഒരു തോത് കുറയ്ക്കാൻ പോലും. അപ്പം അതുകൊണ്ട് ഓരോ പ്രദേശത്തും ആളുകൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഇലകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ശീലമാക്കേണ്ടതുണ്ട്. പ്രതിരോധ സംവിധാനങ്ങളിലെ പാകപ്പിഴകളാണ് പലപ്പോഴും പല അസുഖങ്ങളും നമ്മൾക്ക് പെട്ടെന്ന് ബാധിക്കാൻ കാരണമാകുന്നത്. തൊടികളിലുള്ള ഇലകളെ അവഗണിക്കാതിരിക്കുക എന്ന് തന്നെയാണ് ഇതിന് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ചില പ്രത്യേക ഇലകൾക്ക് അതിൻ്റെതായ ഗുണഗണങ്ങൾ കൂടുതലുമുണ്ട്. അത്തരത്തിലൊന്നാണ് പാലക്ക്. പലപ്പോഴും രക്തക്കുറവുള്ളപ്പോൾ അയൺ ഗുളികകൾ കഴിക്കേണ്ട ആവശ്യം വരാറുണ്ട്. പക്ഷേ അത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ നമുക്ക് പാലക്കിന്റെ ഉപയോഗം കൊണ്ട് സാധിക്കും. അത് തന്നെ നമ്മൾ പാല് പിരിച്ച് പനീറുമായിട്ടൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോഴിയിറച്ചിയൊക്കെ ആയിട്ട് ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇനി അതുപോലെ തന്നെ നമുക്ക് സസ്യാഹാരികളാണെങ്കിൽ ഉരുളക്കിഴങ്ങ് അതുമായിട്ടൊക്കെ ചേർത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഭക്ഷണങ്ങളിലെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ അളവിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ പോലും പലതരത്തിലുള്ള ജീവകങ്ങളും മിനറൽസും നമ്മളുടെ ശരീരത്തിൽ എത്താൻ അത് കാരണമാക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് പലതരം സാധനങ്ങളെ മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റുക എന്ന് തന്നെയാണ്. ഇന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കുന്ന പറഞ്ഞു തരാം. പാലക്ക് നമ്മൾ ചെയ്യുമ്പോൾ അത് വൃത്തിയാക്കി എടുക്കുക. വൃത്തിയാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് തിളച്ച വെള്ളത്തിലിടുക. തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം അത് തണുത്ത് കഴിഞ്ഞ് മിക്സിയിൽ അരച്ചെടുത്താൽ അതിൻ്റെ പൾപ്പ് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പല കറികളിലും ഇത് ഉപയോഗിക്കാറ്. ഇനിയിപ്പോൾ വേണ്ടത് ഒരു 2 സവാള എടുക്കുക, ഒരു തക്കാളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട, മുളക് പൊടി. ഇതെല്ലാം നമുക്ക് ഒരു എണ്ണയിലിട്ട് കുറച്ച് നേരം നന്നായിട്ട് വഴറ്റി നന്നായി വെന്ത് കുഴയാൻ വേണ്ടി അനുവദിക്കുക. അതിനുശേഷം ഇത് അരച്ചു കഴിഞ്ഞാൽ ഇതൊരു ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം, എണ്ണയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിലും ഇടാം, ഉള്ളിയൊക്കെ ഇട്ടൊന്ന് സോട്ട് ചെയ്ത് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ കസൂരി മേത്തി, അതുപോലെ തന്നെ ജീരകം വറുത്ത് പൊടിച്ചത്, ഡ്രൈ ആയിട്ട് വറുത്ത് പൊടിച്ചത്, ഇതൊക്കെ ഇതിൻ്റെ കൂടെയുള്ള ചേരുവകളാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം, ഗരം മസാലയും ചേർക്കാം. അതിനുശേഷം നമുക്ക് ഈ ഗ്രേവി ഇട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയതിന് ശേഷം പനീർ കഷ്ണങ്ങളാക്കിയത് അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ പൾപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള ഒരു കറിയായി. ഇത് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ നാനിനോ ഒക്കെ കഴിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചും കൂടി രുചിയാക്കാൻ വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രുചിക്കൂട്ട്. നിർവഹണം ലീന.